56 വർഷം മുൻപ് ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. 1968 സൈനിക വിമാനാപകടത്തിൽ ഹിമാചൽ പ്രദേശിലെ ചുരത്തിൽ മലയാളിയായ സൈനികൻ തോമസ് ചെറിയാൻ മരിച്ചത്. വിമാനം തകർന്നു വീണ നാൾ മുതൽ തുടരുന്ന പര്യവേക്ഷണങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച തോമസ് ചെറിയാൻ ഉൾപ്പെടെ 4 പേരുടെ മൃതദേഹം കണ്ടെടുത്തത്. 2019 ഇതിൽ 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. 18-ാം വയസ്സിൽ സൈന്യത്തിൽ ചേർന്ന തോമസ് ചെറിയാൻ ക്രാഫ്റ്റ്മാനായി ലഡാക്കിലായിരുന്നു ആദ്യ സേവനം അനുഷ്ഠിച്ചത്. അന്നുണ്ടായ വിമാന അപകടം 68-ലുണ്ടായ സൈനിക വിമാന അപകടത്തിലാണ് മലയാളിയായ സൈനികൻ തോമസ് ചെറിയാൻ മരിച്ചത്. ഹിമാചൽ പ്രദേശിലെ ഒരു ചുരത്തിലായിരുന്നു ഈ അപകടമുണ്ടായത്. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. തോമസ് ചെറിയാൻ ഉൾപ്പെടെ 4 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നത്. AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, നാട് തോമസ് ചെറിയാൻ വിട നൽകുകയാണ്. സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി? ഇപ്പോൾ എത്രത്തോളം പേർ അവിടെ തോമസ് ചെറിയാൻ വിട നൽകാനായി അവിടെ എത്തിയിട്ടുണ്ട്? ജയശങ്കർ, തങ്ങളുടെ പ്രിയപ്പെട്ടവന്, സ്വന്തം നാട്ടുകാരന്, സൈനികന് നാട് വിട നൽകുകയാണ്. കാരൂർ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. തോമസ് ചെറിയാൻ എന്നൊരു സൈനികൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ നാട് അറിയുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ വാർത്ത വന്നു, ചിത്രം വന്നു. ഇതിന് പിന്നാലെയാണ് ഈ നാട് ഇത്തരത്തിലൊരു സൈനികനെ കുറിച്ച് അറിയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഈ നാട്ടിലെത്തിയപ്പോൾ, ഇലന്തൂരെത്തിയപ്പോൾ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിന് ആദരവർപ്പിക്കാൻ എത്തിച്ചേർന്ന ഒരു കാഴ്ച നമ്മൾ രാവിലെ കണ്ടതാണ്. ആ കാഴ്ച ഇവിടെ ഈ പള്ളി അങ്കണത്തിലും ആവർത്തിക്കുന്നു എന്ന് തന്നെ പറയാം. അത്രമാത്രം ആളുകൾ, 100 കണക്കിന് ആളുകൾ, കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് തങ്ങൾ കേട്ടറിവ് പോലുമില്ലാത്ത ഒരു സൈനികന് വേണ്ടി, തങ്ങളുടെ നാട്ടുകാരന് വേണ്ടി, പ്രിയപ്പെട്ടതിന് വേണ്ടി ഈ പള്ളി അങ്കണത്തിലേക്ക് ഓടിയെത്തിയത്. ആ കാഴ്ച തന്നെയാണ്. അത്രമാത്രം വൈകാരികമാണ് ഇലന്തൂർ എന്ന് പറയുന്ന ഈ നാട്. ഈ കൊച്ചു ഗ്രാമം ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലൂടെ ഇതിനു മുമ്പ് ഒരിക്കലും കടന്നു പോയിട്ടില്ല. ഇങ്ങനെ ഒരു യാത്രയയപ്പ്, ഇങ്ങനെ ഒരു മരണം ഒന്നും അവർ കണ്ടിട്ടില്ല. ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ ആദ്യമാണ്. ഇന്ന് രാവിലെ ഈ ഭൗതിക ദേഹം വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിലും മറ്റും നമ്മൾ കണ്ടതാണ്. ഈ സൈനിക വാഹനത്തിന് പിന്നാലെ ബൈക്കിലും നടന്നുമെല്ലാം ആളുകൾ ഓടുന്ന ഒരു കാഴ്ച. അതെല്ലാം ഈ ഗ്രാമത്തെ സംബന്ധിച്ച പുതിയ ഒരു കാഴ്ചയാണ്, പുതിയൊരു സംഭവമാണ്, പുതിയൊരു അനുഭവമാണ്. എന്തായാലും തങ്ങൾക്ക് വേണ്ടി 56 വർഷം മുമ്പ് ജീവൻ കൊടുത്ത ഒരു സൈനികനെ, തങ്ങളുടെ നാട്ടുകാരനെ ഏറ്റവും ഉചിതമായ രീതിയിൽ യാത്ര അയക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ നാട് നടത്തിയിരുന്നു. അത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ്. അത്രമാത്രം ആളുകൾ ഈ പള്ളിയങ്കണത്തിൽ തടിച്ചുകൂടിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ പല ആളുകളും ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അത് എന്നിട്ട് പോലും നിരവധി ആളുകൾ ഇദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ ഭാഗമായി അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നു. അത് ഒരു സൈനികന് കിട്ടുന്ന ആദരവാണ്, സൈന്യത്തിന് കിട്ടുന്ന ആദരവാണ്, രാജ്യത്തോടുള്ള രാജ്യസ്നേഹമാണ്. അതെന്തായാലും ഇലന്തൂരുകാർക്കുണ്ട്, അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ അന്ത്യനിമിഷത്തിൽ പോലും 100 കണക്കിന് ആളുകളെ സാക്ഷിയാക്കിയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. സൈന്യം അല്പം മുമ്പ് അവരുടെ പ്രിയപ്പെട്ടവന്, അവരുടെ ഒപ്പമുണ്ടായിരുന്ന ആൾക്ക് റോഡ് ഓഫ് ഹോണർ നൽകി. അവരുടെ ആദരവ് ഏറ്റവും ഒടുവിൽ സമ്പൂർണ്ണ സൈനിക ബഹുമതികൾ നൽകിക്കഴിഞ്ഞു. ഇനി എന്തായാലും മതപരമായ കുറച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കി തോമസ് ചെറിയാൻ ഇലന്തൂരിന്റെ മണ്ണിൽ, ജന്മനാടിൽ ഇനി ഉറങ്ങും. എന്തായാലും അത് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ സംഭവം അത് നടക്കും. എന്തായാലും അതുവരെ നാട്ടുകാരുൾപ്പെടെ നിരവധി ആളുകൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി പള്ളിയങ്കണത്തിലുണ്ട്. ഈ കഥ പറയുകയാണെങ്കിൽ 1956 വർഷം മുമ്പാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു വിമാന അപകടത്തിൽ ഇദ്ദേഹം മരിക്കുന്നു. 18-ാം വയസ്സിലാണ് സൈന്യത്തിൽ ചേരുന്നത്. 22-ാം വയസ്സിൽ മരണം സംഭവിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും ആഘോഷിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഭൗതിക ശരീരമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, 56 വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെത്തുന്നത്. അന്ന് ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വളരെ ചുരുക്കം പേർ മാത്രമേ ഇന്ന് ഈ നാട്ടിൽ ഇരിപ്പുള്ളൂ. ബാക്കി എല്ലാവരും പുതിയ തലമുറയാണ്, പുതിയ ആളുകളാണ്, പുതിയ ബന്ധുക്കളാണ്, കുടുംബത്തിൽ വന്നു കയറിയവരാണ്, നാട്ടിൽ വന്ന് കുടിയേറിയവരാണ്. പക്ഷേ അവരെല്ലാം തന്നെ ഇവിടെയുണ്ട്. തോമസ് ചെറിയാന് ഉചിതമായ ആദരവ് നൽകാൻ, ഉചിതമായ രീതിയിൽ യാത്ര അയക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ നാടും ഈ നാട്ടിലെ ജനതയും ഒരു വ്യത്യാസവും കാണിക്കാതെ ഈ പള്ളിയങ്കണത്തിലേക്ക് എത്തിച്ചേർന്നത്. ഉച്ചയോടെ ഈ പള്ളിയിലേക്ക് ഭൗതികദേഹം എത്തിയ സമയം മുതൽ പല ആളുകളും ഇവിടെ തന്നെ ഉണ്ട്. ഇതുവരെ അവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല.
സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി മാത്രമേ ഈ ആളുകൾ പോകൂ എന്ന് ഉറച്ചു തന്നെയാണ് അവർ നിൽക്കുന്നത്. അത്രമാത്രം വൈകാരികമാണ് ഈ നാടിനെ സംബന്ധിച്ച് ഈ മരണം. ഇവർ അടുത്തൊന്നും ഇങ്ങനെ ഒരു മരണം, ഇങ്ങനെ ഒരു വാർത്ത ഇവർ കേട്ടിട്ടില്ല. ആദ്യമായാണ് ഇവർ ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിയായി, തങ്ങൾക്കറിയാത്തൊരു വ്യക്തിയായിട്ട് പോലും അവരുടെ പൂർണ്ണമായ സ്നേഹം, ആദരവ് ഈ ജനത, ഈ നാട് പങ്കുവയ്ക്കുന്നു. അത് നമ്മൾ രാവിലെ മുതൽ കാണുന്ന കാഴ്ചയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് രാവിലെ മുതൽ വ്യക്തമായിരുന്നു. ഓരോ ആളുകൾ ഓടിയെത്തുന്നു. മന്ത്രി വീണ ജോർജ് എത്തുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇദ്ദേഹത്തിന്റെ മൃതശരീരം എത്തിയപ്പോൾ സ്വീകരിച്ചത് വീണ ജോർജ് ആണ്. ഇന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ആദരവ് അർപ്പിച്ചത് വീണ ജോർജ് ആണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്റെ സന്ദേശം ആന്റണി എം പിക്ക് കൊടുത്തയച്ചു. ഇവിടെ വായിക്കാൻ അത്രമാത്രം ഈ നാടിനെ ഈ മനുഷ്യൻ സ്വാധീനിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ മരണ വാർത്ത അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇങ്ങോട്ട് എത്തിയതിനു ശേഷം അത്രമാത്രം സ്വാധീനിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലാണ്. ഈ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ പള്ളിയിൽ പ്രത്യേക കല്ലറ ഒരുക്കിക്കൊണ്ടാണ് ഈ സംസ്കാരം നടത്തുന്നത്. പൊതു ശ്മശാനത്തിലല്ല, പൊതു സെമിത്തേരിയിലല്ല അടക്കുക എന്നതും വളരെ പ്രത്യേകം ആയി നമ്മൾ നോക്കേണ്ട കാര്യമാണ്. പ്രത്യേകം കല്ലറയിൽ പ്രത്യേകമായി ഈ സൈനികൻ എന്ന പരിഗണന നൽകിക്കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഈ പള്ളി അങ്കണത്തിൽ അവർ വിശ്രമിക്കാൻ സ്ഥലമൊരുക്കി കൊടുക്കുകയാണ്. അത്രമാത്രം ഈ നാട് വൈകാരികമായി പ്രത്യേക പരിഗണനയോടുകൂടി തോമസ് ചെറിയാന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നു, പള്ളി ഒരുക്കുന്നു, നാട്ടുകാർ ഒരുക്കുന്നു. പോലീസ് രാവിലെ മുതലുണ്ട്, സൈന്യം ഇന്നലെ മുതൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഉള്ളത്. അത് അല്പസമയത്തിനകം പൂർത്തിയാകും. എന്തായാലും വലിയൊരു ജനതയെ സാക്ഷി നിർത്തി തോമസ് ചെറിയാൻ ഈ നാടിനോട്, ഇലന്തൂരിനോട് വിട പറയുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലെ സ്വന്തം പള്ളിയിൽ ഇനി ഉറങ്ങും. ഇനി ബന്ധുക്കൾക്കുൾപ്പെടെയുള്ള ആളുകൾക്ക് വന്നു കാണാൻ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഈ പള്ളിയിൽ, ഇലന്തൂരിലെ ഈ പള്ളിയിൽ ഉണ്ടാകും. എന്തായാലും ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. സൈനികർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് മടങ്ങുന്നുണ്ട്. ഏതായാലും ഈ നാടിനെ സംബന്ധിച്ച് വളരെയധികം വൈകാരികമായൊരു സംഭവമായിരുന്നു. വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇവർ ഇത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരം ഒരു നിമിഷത്തിലൂടെ ഇവർ കടന്നു പോയിട്ടില്ല. ഇതിനു മുമ്പ് ഇത്തരം ഒരു വിലാപയാത്രയോ ഇത്രയും ഒരു പൊതുദർശനമോ ഈ നാട് കണ്ടിട്ടില്ല, ഈ നാട് അനുഭവിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമായിരുന്നു. അവരത്രമാത്രം ആദരവോടെ, ബഹുമാനത്തോടെ, ആത്മാർത്ഥതയോടെ ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി ഒരു സൈനികന് കൊടുക്കാൻ പറ്റുന്നതെല്ലാം ഈ നാട് നൽകിയ കാഴ്ചകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഇത് അവസാന ഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കല്ലറയ്ക്കുള്ളിൽ ഇറക്കുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, കല്ലറയ്ക്കുള്ളിൽ ഇറക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായ തോതിൽ അവസാനിക്കും. ഈ നാട് അദ്ദേഹത്തിന്, ധീരസൈനികന് തോമസ് ചെറിയാന് വിട നൽകും. ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ സംസ്കാര ചടങ്ങുകൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് കാണുന്നത്. കരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ചടങ്ങുകൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം ബന്ധുക്കളും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ചേർന്നാണ് ഏറ്റുവാങ്ങിയത്. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ജനപ്രതിനിധികൾ ചേർന്ന് ഈ മൃതദേഹം ഏറ്റുവാങ്ങി. അതിനുശേഷം സൈനികരുടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആശുപത്രി മോർച്ചറിയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം മാറ്റുകയുണ്ടായത്. പിന്നീട് രാവിലെയോടെയാണ് സൈനിക അകമ്പടിയോടെ സ്വദേശമായ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ ഈ മൃതദേഹം എത്തിച്ചത്. 1968 വിമാനാപകടത്തിൽ സൈനികൻ തോമസ് ചെറിയാൻ വിടവാങ്ങുന്നത്. സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ, ജില്ലാ ഭരണകൂടം, മെത്രാപ്പൊലീത്തമാർ, മന്ത്രിമാർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള പ്രമുഖർ അദ്ദേഹത്തിന് വിട നൽകാനായി ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഔദ്യോഗിക ബഹുമതികളോടെ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് അദ്ദേഹം വിശ്രമിക്കുക, അന്ത്യവിശ്രമം കൊള്ളുക. ഇനി 1968 സൈനിക വിമാനാപകടത്തിൽ മലയാളി തോമസ് ചെറിയാൻ മരിച്ചത്. എ.വി. ജയശങ്കർ സ്ഥലത്തു നിന്ന് ചേരുകയാണ്. ജയശങ്കർ, സംസ്കാര ചടങ്ങുകൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ ചടങ്ങുകൾ ബാക്കിയുണ്ട്? ഇപ്പോൾ അവിടെ നിന്ന്
കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് ജയശങ്കർ? അതായത് അദ്ദേഹത്തിന്റെ തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം കല്ലറയിൽ ഇറക്കി കഴിഞ്ഞു. ഇനി അല്പം മതപരമായ ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. അത് അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. അതിനുശേഷം അദ്ദേഹത്തിന് ഈ ജന്മനാട് ഈ കല്ലറയിൽ അന്ത്യവിശ്രമം ഒരുക്കും. അല്പസമയത്തിനകം തന്നെ ഈ കല്ലറ മൂടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും. എന്തായാലും വലിയൊരു ആദരവ്, വലിയൊരു സ്നേഹം ഇലന്തൂരുകാർ ഇദ്ദേഹത്തോട് കാണിച്ചിരിക്കുന്നു. അത് രാജ്യത്തിനോടുള്ള സ്നേഹമാണ്, സൈന്യത്തിനോടുള്ള സ്നേഹം തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. 56 വർഷങ്ങൾക്ക് ശേഷം ഒരാളുടെ ഭൗതിക ശരീരം ജന്മനാട്ടിലേക്ക് എത്തുമ്പോൾ അതിന് ഉചിതമായ രീതിയിലുള്ള ആദരവ് ഇലന്തൂരുകാർ നൽകി. നമ്മൾ രാവിലെ മുതൽ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ അത് കണ്ടതാണ്. പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നും ഭൗതിക ശരീരം ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് എത്തിയ ഘട്ടം മുതൽ ഈ നാട്ടുകാർ ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തെ അനുഗമിച്ചു, സൈനിക വാഹനത്തെ അനുഗമിച്ചു, ഒപ്പമുണ്ടായിരുന്നു, വീട്ടിലുമുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോഴും വലിയൊരു ജനക്കൂട്ടം സൈനിക വാഹനത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവർ ഈ പള്ളിയിലെ ചടങ്ങുകൾ പൂർത്തിയാകുന്നത് വരെ ഇവിടെ തുടർന്നു. ആ കാഴ്ചകളെല്ലാം തന്നെ നമ്മുടെ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. അവ നമ്മൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രമാത്രം ഈ നാടിനെ സംബന്ധിച്ച് ഇതൊരു വൈകാരിക വിഷയമായിരുന്നു. അവർ ഇതുവരെ കാണാത്ത ഒരാൾ, മാധ്യമ വാർത്തകളിലൂടെ മാത്രം കണ്ട് അവർക്ക് പരിചിതമായ ഒരു മനുഷ്യനെ അവസാനമായി ആദരവ് നൽകാൻ, ആദരാഞ്ജലികൾ അർപ്പിക്കാൻ, അയാൾക്ക് ഉചിതമായ യാത്രയയൽപ്പ് നൽകാൻ ഒരു നാടൊന്നാകെ ജാതി മത വ്യത്യാസമില്ലാതെ ഈ പള്ളി അങ്കണത്തിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഘടകം. അത്രമാത്രം ഉചിതമായൊരു യാത്രയയപ്പ് 56 വർഷങ്ങൾക്ക് ശേഷം ചേതനയേറ്റ തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരത്തിന് ലഭിച്ചു. അത് ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കുന്ന ആദരവാണ്. രാജ്യത്തെ സേവിക്കുന്ന ഓരോ സൈനികനും ലഭിക്കുന്ന ആദരവ് കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ശരി ജയശങ്കർ, ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ സംസ്കാര ചടങ്ങുകൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. കരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്.